ആനന്ദ് കൊച്ചുകൂടി രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഡേഞ്ചറസ്ലി കോംപ്രമൈസ് ആകുന്നു ആദ്യമല്ല രണ്ടാം തവണയാണ്. കുട്ടികളുടെ ഭാവിയിൽ നിർണായകമായ CBSE പരീക്ഷ അടിമുടി കുളമാവുന്നു. കുട്ടികളുടെ ഭാവി തുലാസിലാവുന്നു. കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങളിയല്ല. നേരത്തെ വിനോദ് മാത്യു വിൽസൺ പറയുന്നത് പോലെ അതൊരു ട്രിഗർ പോയിന്റാണ്. ആ ട്രിഗർ പോയിന്റിൽ നിന്നും എത്രത്തോളം മുന്നോട്ടേക്ക് പോകാൻ ഈ വാർത്താ തമസ്കരണത്തിൻ്റെയും ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾക്കും ഇടയിൽ CJPക്ക് കഴിയും എന്നതൊരു ചോദ്യമല്ലേ ശ്രീകാന്ത് കൊച്ചുകൂടി? അല്ല, ഈ ഇന്നലെ CJPയുടെ ജന്തർ മന്ദറിലെ പ്രൊട്ടസ്റ്റിൽ ആൾക്കാർ കുറഞ്ഞു പോയിരുന്നു, അല്ലെങ്കിൽ അതിൽ പങ്കാളിത്തം കുറവായിരുന്നു എന്നതിനെ വെച്ച് മാത്രം നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ റീച്ചിനെ കുറിച്ചോ, അല്ലെങ്കിൽ റീച്ച് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഇത് ഈ 22 മില്യൺ എന്ന് പറയുന്നത് അത് സോഷ്യൽ മീഡിയയിലെ ഒരു നമ്പർ ആണെങ്കിലും ഇത് ഇന്നലെ കേന്ദ്ര സർക്കാരിൻ്റെ ചില തീരുമാനങ്ങളിൽ കൂടി തന്നെ അവർ ഇവരെ ഭയക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ അഭിജിത്ത് ദീപ്കെ വന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ മറ്റ് ഈ കേന്ദ്ര സർക്കാർ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമൊന്നുമല്ല, അവർ വളരെ കരുതിക്കൂട്ടി ഇപ്പോൾ അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലുമൊക്കെ തടയിട്ട് ദില്ലി പോലീസ് അനുമതി കൊടുക്കാതെ, പ്രതിഷേധത്തിന് അനുമതി കൊടുക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് അവർ കരുതിക്കൂട്ടി ഇതിനേക്കാൾ വലിയൊരു വിഷയമാകും എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ പരമാവധി ദില്ലി പോലീസിനെ വെച്ച്, ദില്ലി പോലീസ് ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ, അമിത്ഷായുടെ കീഴിൽ വരുന്ന വകുപ്പാണല്ലോ, അപ്പോൾ ദില്ലി പോലീസിനെ വെച്ച് വിലപേശി സമയമൊക്കെ കൊടുത്ത് കൃത്യമായിട്ട് അതിനെ വളരെ സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്തത്. പല പല ഘടകങ്ങൾ നമുക്ക് ഇതിൽ പല ഇവരെ അഴിച്ചുവിട്ടാൽ, അല്ലെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടി വലിയ ഒരു ന്യൂസ് വാല്യൂ ഉണ്ടാക്കി കൊടുത്താൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതിനെ വളരെ സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഈ യുവാക്കൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ BJPയുടെയൊക്കെ വോട്ടർമാരായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈ പറയുന്ന ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, പുതിയ വോട്ടർമാർ, കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലൊക്കെ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അവർ BJP വോട്ടർമാരാണ്, കന്നി വോട്ടർമാർ കൂടുതലും. അപ്പോൾ അവരൊക്കെയാണ് ഈ പ്രതിഷേധത്തിന് മുന്നിലുള്ളത്. അവർ വിദ്യാർത്ഥികളാണ്. പക്ഷേ ഇത് അവർ ഈ വിഷയം മാത്രമല്ലല്ലോ പറയുന്നത്. ഇവിടെ ഇലക്ഷനുകൾ എങ്ങനെയാണ് റിഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പല പല സംസ്ഥാനങ്ങളിൽ പല രീതിയിൽ, ഇനിയിപ്പോൾ ഡീലിമിറ്റേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ജുഡീഷ്യറി എങ്ങനെയാണ് ഇവിടെ ഇൻഡിപെൻഡൻ്റ് അല്ലാതിരിക്കുന്നത്, ഇതുപോലെയുള്ള ഇവിടെ ഒരു അടിയന്തരാവസ്ഥ ഇല്ലെങ്കിൽ പോലും അടിയന്തരാവസ്ഥയേക്കാൾ ഫലപ്രദമായി എങ്ങനെയാണ് വാർത്തയെ കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തെ മൊത്തം പല രീതിയിൽ കൂടി, ഇലക്ഷൻ കമ്മീഷനിൽ കൂടിയും ജഡ്ജിമാരിൽ കൂടിയും ഇതുപോലെ ഈ ആരൊക്കെയാണോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവരെല്ലാം അവരെല്ലാം സ്വാധീനിക്കുന്നതിലൂടെ എങ്ങനെയാണ് ഈ സിസ്റ്റത്തെ മൊത്തം റിഗ് ചെയ്യുന്നത്, BJP എന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് റിഗ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി വരുന്നത്. ഇപ്പോഴത്തെ വിഷയം അത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അല്ലെങ്കിൽ ഈ പരീക്ഷ ചോർച്ചയും അതുമായിട്ടുള്ള സംഭവങ്ങളുമാണെങ്കിൽ ഇതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ആ ഒരു പരാമർശം അത് പലരും, അതായത് അധികാര സ്ഥാനങ്ങളിലൊക്കെ എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ വലിയ പദവികളിലൊക്കെ ഇരിക്കുന്ന പലരും ഈ ജോബ്ലെസ് ആയിട്ടുള്ള, ഇവിടെ തൊഴിലില്ലാത്ത യുവാക്കളെ പരിഹസിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെ ആ ഒരു ഊർജം ഉൾക്കൊണ്ട് ഒരു മൂവ്മെൻ്റായിട്ട് ഈ യുവാക്കൾ സംഘടിക്കുന്നത് പല കാര്യങ്ങളും നമുക്ക് സൂചന നൽകുന്ന ഒന്നാണ്. ഒന്ന്, ഇവിടെ യുവാക്കൾക്ക് രാഷ്ട്രീയത്തിൽ തീരെ പ്രാതിനിധ്യമില്ല. അവർക്ക് വോട്ട് ചെയ്യാനെന്ന ഒരൊറ്റ കാര്യത്തിനോ അപ്പുറത്ത് അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇവിടെ പോളിസി നിശ്ചയിക്കുന്നതിൽ അവരാണ് പലപ്പോഴും ഈ പ്രായമായ 80-90 വയസ്സുള്ള നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെക്കാൾ ഇൻഫോംഡ് ആയിട്ടുള്ള ആൾക്കാർ. അവരാണ് പുതിയ തരംഗങ്ങളെല്ലാം മനസ്സിലാക്കുന്ന, ലോകം ആസകലം ഉള്ള പല പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കുന്ന അവർക്ക് പക്ഷേ പോളിസി മേക്കിങ്ങിൽ ഒരു റോളുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മിസ്മാച്ച് ഉണ്ടല്ലോ, ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ യുവാക്കൾ ഇത്രയുമെങ്കിലും ഒരു പ്രൊട്ടസ്റ്റ് ഇറങ്ങി പുറപ്പെടുന്നു എന്നുള്ളത് നല്ല സൂചനയാണ്. ഇവിടെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ 3 തവണയായിട്ട് കേന്ദ്രത്തിൽ ദില്ലിയിൽ പ്രതിപക്ഷത്താണ്. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇതുപോലെയുള്ള യുവാക്കൾ ഇറങ്ങി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വില കൂടുന്നു. ഇന്ന് ഗ്യാസിൻ്റെ വില വീണ്ടും കൂടിയിട്ടുണ്ട്. ഇവിടെ പല കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയങ്ങളെ ഒന്നും ചോദ്യം ചെയ്യാൻ ഒരാളുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ യുവാക്കൾ തന്നെ പൊതുരംഗത്ത് അല്ലെങ്കിൽ തെരുവിലിറങ്ങിയിരിക്കുന്നത് ഈ ഒരു നമ്മൾ കാണുന്നതിനേക്കാൾ വലിയ വ്യാപ്തിയുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ വിഷയം ഇതാണെങ്കിൽ നാളെ മറ്റൊരു വിഷയം. ഇവിടെ വിനോദ് മാത്യു വിൽസൺ പറഞ്ഞു നിർഭയ പ്രൊട്ടസ്റ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് ആം ആദ്മി പാർട്ടിക്ക്
വലിയ ഒരു സ്വീകാര്യത കിട്ടിയെന്ന്. അവരാദ്യം റാഡിയോ ടേപ്പ് പുറത്തു വന്നതിന് ശേഷം 2011 ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ അങ്ങനെയാണ് അത് തുടങ്ങിയത്. അതിനുശേഷം വളരെ ശേഷമാണല്ലോ നിർഭയ കേസൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു ട്രിഗർ പോയിന്റ് ഇപ്പോൾ ഇതാണെങ്കിലും ഇനി ഇത് അടുത്ത 3-4 വർഷം ഇവർക്ക് ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇതിൽ ചില രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ നിന്ന് ഉയർന്നു വരുമെങ്കിൽ, ഈ യുവാക്കളിൽ നിന്ന് തന്നെ ഉയർന്നു വരുമെങ്കിൽ, ഇത് നേപ്പാളിലും ശ്രീലങ്കയിലും അല്ലെങ്കിൽ ബാംഗ്ലാദേശിലും ഒക്കെ കണ്ടതുപോലെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉതകുന്ന ഒരു കാര്യമായിരിക്കും. അതിനെ ഞാൻ ഒട്ടും ചെറുതാക്കി അല്ല, നമ്മൾ അതിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു അവിടെ നമ്മൾ കണ്ടത് അക്രമാസക്ത സമരമാണ്. ആ സമരം നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു ഫയർ, ഒരു തീ, ആ തീ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒക്കെ തരത്തിൽ ചില പരിണാമങ്ങൾ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയായി വരും എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.